ഇറാൻ എന്തൊക്കെ ചെയ്തിട്ടും ഇസ്രായേൽ തങ്ങളുടെ നീക്കത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴിതാ ലെബനനിലേക്കാണ് ഇസ്രായേൽ യുദ്ധം വ്യാപിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ലെബനനിലെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഗ്രാമങ്ങളെല്ലാം തന്നെ ഒഴിപ്പിച്ച് ഇസ്രായേലിന്റെ ഭാഗമാക്കി ലെബനന്റെ പ്രധാന പ്രദേശങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോഴിതാ 300 ഗ്രാമങ്ങളാണ് ഇസ്രായേൽ അവരുടെ റഡാറിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. റഷ്യ എങ്ങനെയാണോ കെയ്വിൽ നിന്ന്, അതായത് യുക്രൈനിലെ കെയ്വിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നത്, അതുപോലെ ലെബനനിലെ 300 ഗ്രാമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായി ഇസ്രായേൽ ഇപ്പോൾ ലെബനനിലെ ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തലിന് ശേഷം സ്ഥിതി വീണ്ടും നിയന്ത്രണാതീതമായി മാറിയിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം പ്രദേശം ഒരു യുദ്ധമേഖലയായി പ്രഖ്യാപിക്കുകയും പ്രദേശം ഉടൻ ഒഴിപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. അതിർത്തിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയുള്ള സഹ്റാനി നദിക്ക് വടക്കു ഭാഗത്തേക്ക് മാറാൻ സൈന്യം സാധാരണക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏപ്രിൽ 17 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ലെബനന്റെ ഏകദേശം 14% വരുന്ന വലിയ ഒഴിപ്പിക്കൽ ഉത്തരവാണിത്. ഹിസ്ബുള്ള തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം ആരോപിക്കുകയും ഇപ്പോൾ അവർ വളരെ ആക്രമണാത്മക നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ശക്തിയോടെ പ്രദേശത്ത് സൈനിക നടപടി സ്വീകരിച്ചു വരികയാണ്. ഈ മുന്നറിയിപ്പിനെ തുടർന്ന് തെക്കൻ നഗരമായിട്ടുള്ള ടയറിൽ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതുമൂലം പ്രദേശവാസികൾക്കിടയിൽ വലിയ തിക്കിലും തിരക്കിലും പെട്ട് വലിയ ഭീതി ഉണ്ടായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഇസ്രായേൽ സൈന്യം 9 തവണ പ്രദേശം ഒഴിപ്പിക്കാൻ മുന്നറിയിപ്പ് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 300-ലധികം ഗ്രാമങ്ങളെ പ്രളയം ബാധിച്ചു. കുടിയിറക്കപ്പെട്ടവർക്ക് താമസിക്കാൻ സ്ഥലമില്ല എന്നുള്ളൊരു ഗതിയും ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. സഹ്റാനി നദിയുടെ തെക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ ഒഴിപ്പിക്കാനുള്ള ഉത്തരവ് ഏകദേശം 300 പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും ബാധിച്ചു. ലെബനനിലെ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് മേധാവി ആഗ്നസ് ടൂറിന്റെ അഭിപ്രായത്തിൽ തെക്കൻ ലെബനനിലെ സ്ഥിതി ഇപ്പോൾ വളരെ അപകടകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലെത്തി. തീരദേശ നഗരമായിട്ടുള്ള കുടുംബങ്ങൾക്ക് അഭയം നൽകാൻ സ്ഥലമില്ലാതായി. അതിനാൽ ബക്ക താഴ്വരയിലേക്കും മൗണ്ട് ലെബനനിലേക്കും കൂടുതൽ കിഴക്കോട്ട് മാറാൻ ജനങ്ങളോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.